എന്താ ചെയ്യാ എങ്ങനെയായാലും. ആ സതീഷോ എന്തേ? അച്ഛാ, ആ ബ്രോക്കേഴ്സ് റൂം നമ്പർ 405 നമുക്കൊന്ന് അവരെ കണ്ട ആ ബ്രോക്കറേജ് ഒന്ന് ഫിക്സ് ചെയ്യാം. ഞാൻ പോരാ. എന്തായാലും മൂപ്പരെ കണ്ടത് നന്നായി. അതെ, ഈ കമ്മീഷന്റെ റേറ്റ് കുറച്ച് ചവിട്ടി പിടിക്കണമല്ലേ അച്ഛൻ നല്ലത്, കുറച്ച് കൂടുതൽ. ഇപ്പൊ കമ്മീഷന്റെ പരിപാടിക്ക് പോകുന്നത് ഏറ്റവും നല്ലത്. അച്ഛാ, ഈ വരുന്ന പാർട്ടികളുടെ റൂമിന്റെ കാര്യം 1 മണിക്കൂർ കൊണ്ട് മാനേജർ പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ഏർപ്പാടാക്കിയിട്ട് റൂമിലേക്ക് പോവാം. ആ ശരി. സതീഷ് ചേട്ടൻ്റെ കൂടെ അച്ഛനും പോയിട്ടുണ്ടോ? എന്താടാ, എന്തു പറ്റി? എക്സ്ക്യൂസ് മീ. യെസ് സാർ. എന്താ ഈ റൂമിന്റെ കാര്യം? സാർ ഒരു മിനിറ്റ് ഇരിക്കൂ പ്ലീസ്. നീ പോയി ആ GM ഒന്ന് വിളിക്കൂ. ഓക്കെ സാർ. സാർ ഒന്ന് വെയിറ്റ് ചെയ്യൂ, GM ഒന്ന് വന്നോട്ടെ. നന്ദു ശരിക്കും ഹാപ്പി ആണല്ലോ അല്ലേ? പിന്നല്ലാതെ, നീ എന്ത് വിചാരിച്ചു? ഞങ്ങളിപ്പോ തന്നെ ആകെ എക്സൈറ്റ്മെന്റില. ഒരാളുകൂടി വരുമല്ലേ? നന്ദു ഹാപ്പി ആയാൽ മതി. മതി, എനിക്കത് മതി. ഇവൻ സതീഷിന് വെടിവെച്ചു. ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. അച്ഛന് വല്ല പറ്റിയോ നോക്കട്ടെ. ഞാൻ ബാലു പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്തത്. ബാലു, എന്തൊക്കെയാ അവര് പറയുന്നേ? അതെ, സ്ഥലത്തിന്റെ അഡ്വാൻസ് കിട്ടുമ്പോൾ അച്ഛനെ അറിയാതെ 50 ലക്ഷം രൂപ ബാലുവിന് വേണമെന്ന് പറഞ്ഞ് ബാങ്കിൽ ചെന്ന് ബഹളം ഉണ്ടാക്കി. അച്ഛനറിയാതെ പൈസ തരാൻ പറ്റില്ല എന്ന് സതീഷേട്ടൻ പറഞ്ഞപ്പോൾ അതിന്റെ ദേഷ്യത്തിൽ ബാലു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഞാനോ? ഞാനങ്ങനൊന്നും. സതീഷിനെ കാണാൻ നീ ബാങ്കിൽ പോയിരുന്നു, പക്ഷെ പ്രശ്നം ഉണ്ടാക്കി ഇതിനു വേണ്ടി. നിനക്ക് നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഇവനെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരണ പൈസ എന്റെ മോൻ സ്വപ്നം കാണണ്ട. തറവാട് വക സ്വത്ത് അവിടെ കാണും. അത് നീ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു. ഇത് ഞാൻ എന്റെ അധ്വാനം കൊണ്ട് സമ്പാദിച്ചതാണ്. ഇത് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും നന്നാവെന്ന് വിചാരിച്ചു, പക്ഷെ നന്നാവില്ല ഒരിക്കലും. ചേച്ചി ഞാൻ മതി. കുറച്ചു മുൻപ് വരെ എന്നോട് സംസാരിക്കുമ്പോഴും നിന്റെ മനസ്സിൽ ഇതൊക്കെയായിരുന്നല്ലേ ബാലു? ചേച്ചിയുടെ സന്തോഷം അത് മാത്രം മതിയല്ലേ നിനക്ക്? ഒരനിയന് തരാവുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെ നീ എനിക്ക് തന്നു ബാലു. കണ്ടോ, നിന്റെ വീട്ടിൽ നിന്ന് എന്നെ പടിയിറക്കാൻ നീ മനസ്സിൽ വിചാരിച്ചപ്പോഴേ നീ പുറത്തായി. അന്നേ പറഞ്ഞതാ ഇത് ചാവാൻ പറ്റിയ പ്രായമല്ല. ബുദ്ധിയില്ല നിനക്ക്. ദേ ഇവനെ കണ്ടോ? നിനക്ക് ഓഫർ ചെയ്ത 50 ലക്ഷം രൂപ നിനക്ക് ഈ പണി തന്നിട്ടാണെങ്കിലും ഇവൻ വാങ്ങിച്ചെടുത്തു. ബൈക്കിൻ്റെ 50 ലക്ഷം എനിക്ക് തരൂ. മനസ്സിലായോടാ?
കൂടെ നടന്ന് ചങ്ങായിന്ന് പറഞ്ഞ് പറ്റിക്കായിരുന്നല്ലടാ. നീ എന്താണ് അവനെ കുറിച്ച് പറഞ്ഞത്? എനിക്ക് പണം തന്നെയാണ് വലുത്. കാശ് കിട്ടാൻ നീ നിന്റെ അച്ഛൻ അവരെ കൊണ്ടുവല്ലടാ നായി. വിടില്ല രണ്ടിനെ ഞാൻ.